ഇന്നലെ ഞാനും എൻ്റെ ഒരു സുഹൃത്തുമായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിലേക്ക് പോയി. രണ്ടുപേരും ഒരു ബിരിയാണി ഓർഡർ ചെയ്തിട്ട് എൻ്റെ സുഹൃത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അയാളുടെ നാവിൽ നിന്ന് അൽഹംദുലില്ല എന്ന് പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ആ സുഹൃത്തിനോട് പറഞ്ഞു, നമ്മൾ ബിസ്മി പറഞ്ഞ് ഭക്ഷണം കഴിച്ചു, ഇനി ആഹാരം കഴിച്ചിട്ടാണ് അൽഹംദുലില്ല എന്ന് അള്ളാഹുവിന് നമുക്ക് അന്നം നൽകിയ റബ്ബിനെ നാം നമിക്കേണ്ടത്, സ്തുതിക്കേണ്ടത്. ആ സമയത്താണ് എൻ്റെ സുഹൃത്ത് കണ്ണ് നിറഞ്ഞുകൊണ്ട് എന്നോട് സംസാരിക്കുന്നത്. ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് അൽഹംദുലില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം, എൻ്റെ മാതാവ് 6 വർഷത്തോളമായി തൊണ്ടയിൽ ക്യാൻസർ വന്നിട്ട് മൂക്കിലൂടെ ഒരു ട്യൂബ് കടത്തിയിട്ട് കഞ്ഞിയും പയറുമൊക്കെ ഇങ്ങനെ മിക്സിയിൽ അടിച്ചിട്ട് അതൊരു ലിക്വിഡ് പോലെയാക്കി ഈ കാണുന്ന ഒരു ചെറിയൊരു ബോട്ടിലേക്ക് വീത്തിയിട്ട് ഞാനത് അടയ്ക്കും. ഈ ട്യൂബിലൂടെ പോകുന്ന ഇറ്റിച്ച് വീഴുന്ന ഭക്ഷണം കഴിച്ചിട്ട് എൻ്റെ മാതാവ് രുചി എന്തെന്നറിഞ്ഞിട്ട്, മധുരം എന്തെന്നറിഞ്ഞിട്ട് വർഷങ്ങളായി അവിടെ ഞാൻ ഈ മട്ടൻ ബിരിയാണി കഴിക്കുമ്പോൾ, ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ ആസ്വദിച്ച് കഴിക്കുമ്പോൾ, അത് കഴിക്കാനുള്ള ആസ്വാദനം എനിക്ക് നൽകിയ റബ്ബേ അൽഹംദുലില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അള്ളാഹുവിനെ സ്മരിക്കുന്നത്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തി, ലഇൻ ശക്കർത്തും, നിങ്ങൾ അള്ളാഹുവിന് ശുക്റുള്ളവരായാൽ ലഅസീദന്നക്കും, അവൻ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചു തരും. അഥവാ നമ്മെ ഭയപ്പെടുത്തുന്ന ഈ പുതിയ കാലത്തെ മാറാരോഗങ്ങളിൽ നിന്നും ഇല്ല, ഏതോ പാടത്ത് ആരോ കൃഷി ചെയ്ത ധാന്യങ്ങളാണ് കഴിക്കുന്നത്, ഇതിലൊരു സൃഷ്ടാവിനൊരു ബന്ധവുമില്ല, ഒരു പങ്കുമില്ല. വലയിൻ കഫർത്തും, നിങ്ങൾ എന്നോട് നന്ദികേട് കാണിക്കുകയാണെങ്കിൽ ഇന്ന അദാബി ലഷദീദ്, അള്ളാഹുവിൻ്റെ ശിക്ഷ അതികഠിനമാണ് എന്ന മുന്നറിയിപ്പും റബ്ബ് നമുക്ക് നൽകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് പതിരാവിൽ കാലിൽ നീരുകെട്ടുവോളം നമസ്കരിച്ച പ്രവാചകനോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ, അഫല അക്കൂന